വിദ്യാധര, 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 നീ എങ്ങോട്ടാണ് നോക്കുന്നത്? ജ്യൂസ്. ജ്യൂസ്? നീയേ വരന്റെ പാർട്ടിക്കാർ ചോദിക്കുകയാണെങ്കിൽ വധുവിന്റെ ആളാന്ന് പറയണം, വധുവിന്റെ പാർട്ടിക്കാർ ചോദിക്കുകയാണെങ്കിൽ വരന്റെ ആളാണെന്ന് പറയണം. അപ്പൊ രണ്ടുപേരും ഒന്ന് ചോദിച്ചാലോ? രണ്ടുപേരും ഒന്നിച്ച് ചോദിക്കില്ലടേ. എടാ, അവരെ ചുറ്റിച്ചാലേ നമ്മൾ വയറ് കയറിയുള്ളൂ. തമാശ പൊള്ളില്ലല്ലേ? പൊള്ളില്ല. അവിടെ കൈകൊണ്ടെടുക്കുന്നത്. മെല്ലടേ. ഹലോ. ഹലോ സർ. സുഖം തന്നെയല്ലേ? അതെ അതെ. മാറണി മാറണി. അയ്യോ, ഹലോ, രാജരാജവർമ്മയല്ലേ? അതെ. നിങ്ങളെന്താ ഇവിടെ? താങ്കളെന്താ ഇവിടെ? വരൻ എന്റെ ഒരു കസിനാ. അതെയോ? അത് എന്റെ ഒരു കസിനാണ്. മീശ എവിടെ? മീശയോ? ആരുടെ മീശ? എന്റെ മീശ? എനിക്ക് മീശയില്ലായിരുന്നല്ലോ. അന്ന് വീട്ടിൽ വന്നപ്പോ മീശ ഉണ്ടായിരുന്നു, കഥന്റെ ജിബ്ബ ഉണ്ടായിരുന്നു. രാജരാജവർമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ഓ, ഐ സീ. നിങ്ങൾ കണ്ട എന്റെ ചേട്ടനായിരിക്കും. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് മീശയുണ്ട്, എനിക്ക് മീശയില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായി? എനിക്ക് കുറച്ച് അർജന്റ് ഉണ്ട്, എനിക്കൊന്ന് വേഗം വേണം. ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വെയിറ്റ് ചെയ്യൂ, അല്ല വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, കാണാം. നമസ്കാരം സാർ. അച്ഛൻ എവിടെ? അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുക. അതെ 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 അതെ. അച്ഛനെ ഒന്ന് അത്യാവശ്യമായി കാണണമായിരുന്നു. അച്ഛൻ ഇനി ഇന്ന് വരുമോ? വരൂ. എന്താ, അമ്പലം വിലക്കെടുക്കാൻ പോയിരിക്കുകയാണോ? അല്ല, ഈ ഭജനക്ക് ഇരിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതെ അതെ. ഒരുപാട് താമസിക്കല്ലേ? അതെ അതെ. ഏതമ്പലത്തിൽ പോയിരിക്കുക? കൃഷ്ണന്റെ അമ്പലം. അതന്നെ, കൃഷ്ണനും ശിവനും അടുത്തടുത്തിരിക്കുന്ന അമ്പലം. സാറിപ്പോ അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യമില്ല. ഈ ഭജന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആരോട് സംസാരിക്കില്ല. അങ്ങനെ. എന്നാൽ ഇവിടെ വന്നിട്ട് കാണാം. എത്ര താമസിച്ചാലും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇത് തന്നെ. നാളെ പുലരും മുമ്പ് വരുമല്ലേ? പിന്നെ അതിനു മുമ്പ് എന്തായാലും വരും. ഏതായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. അച്ഛോ, ഇതാര്? അല്ല, വർമ്മ സാറോ? അച്ഛനെ കണ്ടിട്ടേ പോകത്തുള്ള ഒരേ നിർബന്ധം പിടിച്ചിരിക്കുക. ഈ ഐശ്വര്യമുള്ള മുഖം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുക എന്നുള്ളത് അതൊരു മാനസികമായ സുഖമാണ്. താങ്കൾക്ക് ഒരു സഹോദരനുണ്ടല്ലേ? ഊവല്ലോ, ഉണ്ട്. രാജേന്ദ്ര വർമ്മ. കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കും. എന്താ, തമിഴ് പരിചയമുണ്ട്? ഞാൻ അല്പം മുമ്പ് പരിചയപ്പെട്ടു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അടുത്ത ആഴ്ച എന്റെ വീട്ടിൽ ഡിന്നർ ഉണ്ട്. തീർച്ചയായും വരണം. അത് ക്ഷണിക്കാൻ ഞാൻ വന്നതാ. വരട്ടെ. ഇനി ഇപ്പൊ അവളെ കണ്ട് രണ്ട് വാക്ക് സംസാരിക്കണം. അതിനെന്താ ഒരു വഴി? വഴിയുണ്ടാ ബാലു, നീ ഇത്ര മണ്ടനായി പോയല്ലോ. അവള് വരുന്ന വഴിയിൽ കാത്തു നിൽക്കണം. അവള് വരും. എന്നിട്ട് അവളോട് ചോദിക്കണം, കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള വഴി ഏതാണെന്ന്. അപ്പൊ അവള് പറയും, ഈ നാട്ടില് പുതിയ ആളാണല്ലേ എന്ന്. ഞാൻ പറയും, അതെ, ഒരു പെണ്ണ് കെട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചാ വന്നത്.
അപ്പോൾ അവളെന്ത് പറയും? അവള് ചോദിക്കും, എന്നിട്ടെന്തേ കെട്ടാത്തെ? അപ്പൊ ഞാൻ പെണ്ണിന് ഇഷ്ടമാണോ എന്ന് അറിയണമല്ലോ എന്ന് ചോദിക്കും. ആരാ പെണ്ണ്? വേറെ ആരാവാൻ? കാവേരി എന്ന് ഞാൻ പറയും. പിന്നെ പിന്നെ പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടടാ ബാലു. അപ്പഴേ ഈ കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള വഴിയാ? കോർപ്പറേഷൻ ഓഫീസോ? അതെ. ഇവിടെ കോർപ്പറേഷൻ ഓഫീസ് ഇല്ല, മുനിസിപ്പാലിറ്റിയാ. ആ ഈ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള വഴിയാ എനിക്ക് അറിയേണ്ടത്. ആ ദാ ഇതുവഴി നേരെ പോയിട്ട് എടുത്തോട്ട് തിരിഞ്ഞാ മതി. അല്ല പിന്നെ അതെ, പിന്നെ സിമന്റിന്റെ കാര്യം ശരിയാക്കണമായിരുന്നു. ഇപ്പോ സിമന്റിന് വലിയ ബുദ്ധിമുട്ടാ. എനിക്കറിയില്ല. അല്ല, ഈ കോർപ്പറേഷൻ ഓഫീസും സിമെന്റുമായിട്ട് എന്താ ബന്ധം? അല്ല എനിക്ക് എനിക്ക് കളക്ടറേറ്റിലാ പോവേണ്ടത്. ഞാൻ ഈ നാട്ടുകാരനല്ല. അല്ല അത് കഴിഞ്ഞ് കോർപ്പറേഷൻ ഓഫീസിലും പോണം. കളക്ടറേറ്റ് തിരുവനന്തപുരത്തല്ലേ? അതെ അതെ. ഇവിടെ നിന്നാ ബസ് കിട്ടും. താങ്ക്സ്. കാർക്കൂന്തൽ കെട്ടിനെന്തിന് വാസനത്തൈലോ തൈലോ വാസനത്തൈലോ കൃഷ്ണ അയ്യപ്പ. ആ എന്താ കാലത്ത് തന്നെ കെട്ടിയെഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരു 50 മണി റൈസ് ചെയ്യണമല്ലോ. ആ പിന്നെ എൻ്റെ അടുത്ത് ഒരു കത്തിയുണ്ട്. അത് ഷെയ് ചെയ്യാൻ കൊള്ളില്ല, പക്ഷേ നിന്റെ പള്ളയെ ഞാൻ കുത്തി കയറ്റു. ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ഈ വാടാ തന്തക്കളി ഞാൻ നിർത്തും. പാടക തന്ത പാടക തന്ത. ഈടെ മോനെ എൻ്റെ അടുത്ത് ഇല്ലടാ. നിങ്ങളല്ലേ ഈ തത്വം എനിക്ക് പറഞ്ഞു തന്നത്? എന്തോന്ന്? പണമുള്ളവന്റെ കയ്യിൽ നിന്ന് അത് എങ്ങനെ തട്ടിയെടുക്കാമെന്നും അതുകൊണ്ട് എങ്ങനെ സൂക്ഷിക്കണമെന്നും. എന്നിട്ട് ഇപ്പൊ ഒരുമാതിരി കാണാൻ വർത്താനം പറയുന്നത്. ഒരു 50 റുപ്പീസ് റൈസ് ചെയ്തേ. എൻ്റെ അടുത്ത് മുഴുവൻ ഇല്ലെന്ന്. എന്നാ പിന്നെ ഉള്ളത് തന്നൂടെ? അപ്പൊ ഉള്ളത് എന്നിട്ട് എനിക്ക് ചെറിക്കാൻ പോകാൻ പറ്റുമോ? ആ എന്നാ പിന്നെ ഇന്ന് നിങ്ങളുടെ ആൾമാറാട്ട കളി ഞാൻ പോലീസിൽ അറിയിക്കും. പോലീസ് വന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് ചിലക്കാൻ ഇറങ്ങി പോരാ. പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് ഐസിൽ കിടത്തും, നഖത്തിന്റെ ഇടയിൽ മുട്ടു സൂചി അടിക്കുക, കാൽവണ്ണയിൽ ചോറിൽ കടിക്കും, ഉരുട്ടും. എന്നാ പിന്നെ ഒരു 50 രൂപ താഴെ. 5 രൂപയോ? എടേ ഒരു വിലയില്ലാത്ത ഭൂജത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓക്കെ, ഐ വിൽ അഡ്ജസ്റ്റ്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറഞ്ഞേ? അല്ല ഞാൻ നാളെ തരാന്ന് പറയുന്നു. എന്തൊരു ഗതികേടാണിത്. ചേട്ടത്തി ഞാൻ അമ്പലത്തിൽ പോണോ? ഞാൻ അമ്പലത്തിൽ പോണോ? ചേട്ടത്തി ഞാൻ അമ്പലത്തിൽ പോണോന്ന്. ചേട്ടത്തി ഞാൻ അമ്പലത്തിൽ പോണോ കേട്ടോ. കിടന്ന് കീറണ്ട, കുറച്ച് പതുക്കെ പറഞ്ഞാൽ കേൾക്കാം. മനസ്സിലായില്ലേ? എന്താ ഇപ്പൊ പ്രശ്നം? ഞാൻ അമ്പലത്തിൽ പോണു. ആ വഴി കുറച്ച് മോശ, ഇതുവഴി പോ. ഈ വഴിയോ? ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഞാനാ മൂത്തത്. എന്തൊരു കഷ്ടം ഇത്. മര്യാദയ്ക്ക് ഒരു ജോലിയും ചെയ്ത് അവിടെ ഇരുന്ന് എന്നെ കുത്തിപ്പൊക്കി ട്രാൻസ്ഫർ മേടിപ്പിച്ച് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പം വീട്ടുകാർ തമ്മിൽ മുട്ടം വഴക്ക്. എന്താ ഇതിന്റെ അർത്ഥം? ആ എനിക്കറിയില്ല. 2 കൂട്ടർക്കും ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളാ. എന്ത് തെറ്റിദ്ധാരണ? ആ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതല്ലാതെ കാര്യം എന്താന്ന് ആരും തുറന്നു പറയുന്നുമില്ല. ആ കാവേരി, ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം വെള്ളത്തിലാകും. നമ്മൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒരു ഒത്തുതീർപ്പെത്തിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് താൻ തന്റെ അമ്മയും അച്ഛനും തമ്മിൽ യോജിപ്പിലെത്തിക്കുക. ഞാൻ ഏട്ടനും ഏട്ടത്തിലും കാര്യം കൈകാര്യം ചെയ്തോളാം. ശരി. ആഹാ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്ന് അറിയാമോ? ഞാൻ പോകാം. ഒരു കാര്യം ഒന്ന് ഒരു 50 മണി റൈസ് ചെയ്യണമല്ലോ. എന്റെ കയ്യിലില്ല. ഒരു പ്രേമബന്ധം തകരുന്നത് ഞാൻ കാണണമല്ലോ ഈശ്വര. ദേ ഒന്ന് നിന്നേ. അപ്പോ കാവേരി കുഞ്ഞ് ബാലുവിനെ കണ്ടാലും ഞാൻ പറയില്ല. ഉടലെ നിന്ന് ഇതുപോലെ ഒന്നുകൂടി റൈസ് ചെയ്യണമല്ലോ. എന്തിനാ? എന്തിനാന്നോ? ഇത് നല്ല ചെലവുള്ള സാധനമല്ലേ കുഞ്ഞ്? താൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഭാവമാണോ? അയ്യോ അല്ല, പിന്നെ ജീവിക്കാൻ വേണ്ടിയാണ് സാർ. ദേഹമാണെങ്കിൽ പണിയാൻ എന്നെ കൊണ്ട് വയ്യ. വെയിൽ കൊണ്ടാ ഗ്ലാമർ പോവും. പിന്നെ ജീവിക്കണമെങ്കിൽ കാശുള്ളവന്റെ കയ്യിലെ കാശ് നമ്മുടെ കയ്യിൽ വരണം. അതിനെന്താ വഴി? അപ്പൊ ഇങ്ങനെയുള്ള ചില ചുറ്റുപാടുകളിൽ ചെന്ന് പെടുക. അല്ല, ഒരു 50 മണി റൈസ് ചെയ്യണമല്ലോ. ഇത് തന്നെ ബ്ലാക്ക് മെയിൽ. ബ്ലാക്ക് മെയിൽ എങ്കിൽ ബ്ലാക്ക് മെയിൽ.
പക്ഷെ ഒരുത്തനെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ മദ്രാസ് മെയിലിന്റെ അടിയിൽ തലവയ്ക്കേണ്ടി വരും. ചലമാണ്ട് കാശിയാ സാറേ, ചുമ്മാ വേദം പറയുന്നത്. ഇപ്പൊ 50 രൂപ കിട്ടിയില്ലേ? അയ്യോ, അത് കാവേരി അക്കൗണ്ട്. അതായത് കാവേരി കുഞ്ഞ് സാറിനെ കണ്ട കാര്യം പറയത്തില്ല, പക്ഷെ സാറ് കാവേരിയെ കണ്ട കാര്യം പറയും. സത്യത്തിൽ എന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാ. ആ, പൈസ ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വേണമല്ലോ. രഹസ്യം കൂളി ക്ലാസ്. ഓക്കെ, സി യു. എന്തോന്നത്? ഒന്നുമില്ല. ഞാനൊന്ന് നോക്കട്ടെ. ആ, ഇനി ഇതിന്റെ കുറവേ ഉള്ളൂ. ചുമ്മാതല്ല നാട്ടുകാർ അതും ഇതും പറയുന്നത്. ഇതിവിടെ ചുമ്മാ ഇങ്ങനെ കിടന്നപ്പോ ഞാനൊന്നെടുത്ത് മറിച്ച് നോക്കിയെന്നേ ഉള്ളൂ. അതെ അതെ, എന്നിട്ടാ എന്നെ കണ്ടപ്പോ അത് ഒളിച്ചു വെച്ചത്. അത് ഇനി ഇതും കൂടി പഠിച്ചോണ്ട് വേണമല്ലോ അവളുടെ പിന്നാലെ പോയി ശൃംഗരിക്കാൻ. എന്നാൽ അങ്ങനെ തന്നെ. പിന്നെ എന്തിനാണ് ഈ പുസ്തകങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചുകൊണ്ടുവന്നത്? ഇവിടെ ഇത് വാങ്ങിയതല്ല, ആ വായി നോക്കിയില്ലേ, അവൻ താങ്ങി പിടിച്ചോണ്ട് വന്നതാ. അപ്പൊ അവൻ തിരിച്ചു കൊണ്ടുപോയില്ലേ? ആര്? ആ ഡാൻസ് പഠിപ്പിക്കാൻ വന്നില്ലേ, അജയൻ. അവൻ എന്തിനാ ഇത് ഇവിടെ കൊണ്ടുവന്നിരുന്നത്? ഓ, മറന്നിട്ടുണ്ടാവും. ദേ, അത് പറയാനാ ഞാൻ ഇവിടെ വന്നത്. കാര്യമൊക്കെ ശരി, കാവേരിയുടെ ഡാൻസ് പഠിത്തം ഇനി വേണ്ട. അതെന്താ? പഠിപ്പിക്കാൻ വരുന്നവന്റെ സ്വഭാവം അത്ര നന്നല്ലാത്തതുകൊണ്ട്. ഈ ഇടയ്ക്ക് ഒരുത്തൻ നടന്നിരുന്നില്ലേ ഒരു റിപ്പയർ? റിപ്പയർ? ആ, ഈ ചുറ്റിയും കൊണ്ട് നടന്ന ആൾക്കാരെ തലക്കടിച്ചിട്ട്. ഓ, റിപ്പർ. ആ, എന്തു കുന്തമാവട്ടെ, അവനെ പോലും വെല്ലാൻ മടിക്കാത്തവനാണ് ഇവനെന്നാ ആൾക്കാർ പറയുന്നത്. നിന്നോട് ആരാ പറഞ്ഞത്? നമ്മുടെ പിള്ളച്ചേട്ടൻ. ആ, വിടുവായനോ? അയാൾക്ക് വേറെ പണിയൊന്നുമില്ലാത്തോ? അങ്ങേര് വിടുവാനൊന്നും അല്ല, പിഞ്ചു കുഞ്ഞിന്റെ മനസ്സാ. എന്ത് കണ്ടാലും എന്നോട് ഒന്ന് പറയും. ഇതുവരെ അങ്ങേര് പറയുന്നത് കേട്ടതുകൊണ്ട് എനിക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ ചിലർക്ക് ചിലപ്പോ ചിലതൊക്കെ നടന്നില്ലെന്ന് വരും. അതിനിപ്പോ അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനൊന്നും പറയുന്നില്ലേ. എന്താ വേണ്ടത്? പെണ്ണിന്റെ ഡാൻസ് പഠിത്തം ഇവിടെ വെച്ച് നിർത്തണമെന്ന്. അജയൻ അത്ര നല്ലവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയും ആദർശശാലിയായ ഒരു മനുഷ്യന്റെ മകൻ ഒരിക്കലും നീ ഉദ്ദേശിക്കുന്ന പോലെ വഴിതെറ്റില്ല. ആദർശം പറഞ്ഞുകൊണ്ടിരുന്നാലേ പെണ്ണ് ചെറുക്കൻ്റെ കൂടെ ഇറങ്ങി പോകുമ്പോ അറിയാം. എടി, അവളെ സൂക്ഷിക്കാൻ അവൾക്കറിയാം. അവൾ എന്റെ മോളാ. അതുകൊണ്ട് എന്നെ എനിക്ക് പേടി. ഞാൻ ട്രാൻസ്ഫർ വാങ്ങി അവിടുന്ന് ഇവിടെ വന്നത് ചേട്ടന്റെയും ചേട്ടത്തിയുടെയും കൂടെ കുറച്ച് സന്തോഷമായി കഴിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ വന്നപ്പോ ഇതാ പൂരം. പിന്നെ ചില വീടുകളിൽ ഏർപ്പാടുണ്ട്. വിരുന്നുകാർ വരുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുക. വന്നവർ ഓടിക്കൊള്ളുമല്ലോ. അതുപോലെ എന്നെ ഓടിക്കാനാണ് ഈ കളിയെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പോയിക്കോളാം. ബാലു പറയുന്നത് ഞാനാ വഴക്കുണ്ടാക്കുന്നെന്ന്. അങ്ങരല്ലേ ആദ്യം വഴക്കുണ്ടാക്കിയത്. അങ്ങർക്ക് എന്നോടൊന്ന് മിണ്ടിയാൽ എന്താ? അപ്പൊ മിണ്ടിയ പ്രശ്നം തീരുമല്ലോ. തീരോ? ആന്നു. ആ, അപ്പൊ ഏട്ടത്തി അവിടെ ഇരിക്കെ, ഞാൻ ഏട്ടനെ ഇങ്ങോട്ട് അയക്കാം. നിങ്ങൾ വാക്കുകൊണ്ടോ വാക്കില്ലാതെയോ കഥകളിയോ ഭരതനാട്യമോ എങ്ങനെയായാലും തിരക്കേടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടി കണ്ടാ മതി. അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. അങ്ങേരുടെ തലയ്ക്കകത്ത് ഇനി ഇതെങ്ങനെ കയറ്റും നോക്കാം. ചേട്ടാ, ഓ, ഇതൊരു വീടാണോ? ഇതൊരു വീടാണോന്ന് നിനക്കെന്താ തോന്നിയത്? എനിക്ക് തോന്നി ഇതൊരു മൃഗശാലയാണെന്ന്. ഓ, ഒരു കൂട്ടിൽ സിംഹം, ഒരു കൂട്ടിൽ കരടി, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മുറുമുറുത്തോണ്ടിരിക്കും അല്ലേ? ശരി, ഒരു കൂട്ടി സിംഹം, ഒരു കൂട്ടി കരടി, സമ്മതിച്ചു. അപ്പൊ നീ ഏതാ ഇനം? ചിമ്പാൻസിയോ? ദേ, ഒരുമാതിരി ചൊറിയെന്ന് വർത്താനം പറഞ്ഞുണ്ടല്ലോ. ചേട്ടനാണെന്ന് നോക്കൂല, ഞാനും വല്ലതൊക്കെ പറയും. പറഞ്ഞോ, നീ ആയിട്ട് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? ഞാനാരാ? വായില്ലാത്ത കോടാലി. ആർക്കും എടുത്ത് എങ്ങനെയും വെട്ടാം. അങ്ങനെ ആർക്കും എടുത്ത് വെട്ടാൻ കിടന്നു കൊടുത്തിട്ടല്ലേ? ഭാര്യമാരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ആ ചേട്ടാ, ഈ ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്... മതി 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 മതി, പറഞ്ഞു പറഞ്ഞ് ഞാൻ കേറുകല്ലേ. അടിത്തറ തോണ്ടാൻ വന്നിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യേ, ഒരു കല്യാണം കഴിക്ക്, അപ്പൊ മനസ്സിലാവും. അയ്യോ വേണ്ടേ, എനിക്ക് കല്യാണമേ വേണ്ട. എനിക്കിത്തിരി സ്വൈര്യമായി ജീവിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. ആ, ഈ പറഞ്ഞത് സത്യം. നിനക്ക് വിവരമുണ്ടെന്ന് ആദ്യമായിട്ട് തോന്നിയത് ഇപ്പോഴാ. അപ്പൊ ചേട്ടാ, ഒന്ന് പോടാ വച്ചനെ, ഭരിക്കാൻ വന്നിരിക്കുന്നു. ചേട്ടാ, എന്നെ പ്രസവിച്ച 7-ാം പക്കം നമ്മുടെ അമ്മ മരിച്ചു. 1 വർഷം തികയുന്നതിന് മുമ്പ് അച്ഛനും മരിച്ചു.
പിന്നീട് എന്റെ കാണപ്പെട്ട അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയാണ്. അല്ലേ ചേട്ടാ? നിങ്ങളിങ്ങനെ കീരിയും പാമ്പും പോലെ ഇവിടെ കഴിഞ്ഞാൽ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ഈ അനാഥനായ ഞാൻ എവിടെ പോകാനാണ്? എവിടെ പോകാനാണ് ചേട്ടാ? കിഴക്കേക്കോട്ടെ ഒരു പട്ടരുടെ കടയുണ്ട്, അവിടെ കിട്ടും. അയ്യടാ ഒരിറ്റ് സ്നേഹേ, നിന്റെ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. സാറിന്റെ വരവ് കണ്ടപ്പോഴേ നീ കാര്യം മനസ്സിലായി. മനസ്സിലായില്ല? ആ. എന്നാ പിന്നെ അത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഈ നാടൻ കളിപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ അവളോട് മിണ്ടണം, അത്രല്ലേ ഉള്ളൂ. എനിക്ക് വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ ഞാൻ ആദ്യം അങ്ങോട്ട് മിണ്ടുക എന്ന് പറയുന്നത് നമ്മുടെ തറവാടിന്റെ അന്തസ്സിന് മോശമല്ലേ? ഒന്ന് മിണ്ടിന്ന് വെച്ച് പോകുന്ന അന്തസ്സങ്ങ് പോട്ടെ. ഞാനല്ലേ അറിയുന്നുള്ളൂ, ഞാൻ സഹിച്ചോളാം. ഏയ്, നിനക്ക് മിടുക്കുണ്ടെങ്കിൽ നീ അവളെ കൊണ്ട് ആദ്യം ഇങ്ങോട്ട് മിണ്ടിക്ക്. ഇപ്രാവശ്യം ചേട്ടൻ്റെ ഒരു ചെറിയ ത്യാഗം ചെയ്യും പ്ലീസ്. ഒരു അഡ്ജസ്റ്റ്മെന്റ്. നമ്മുടെ വെയിറ്റ് പോവോ? ഏയ് ഒരിക്കലുമില്ല. ചേട്ടന്റെ പാറക്കുട്ടിയല്ലേ, പാവമല്ലേ. ചെല്ലേ. ആ, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. തിരിച്ചു വരുമ്പോ രണ്ടുപേരും എല്ലാം മറന്ന് കെട്ടിപ്പിടിച്ച്, എന്താ 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 അതായത് സ്നേഹമായിട്ട് ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന എനിക്ക് കാണണം. അതെനിക്ക് ആശയമുള്ളൂ.